വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെ യാത്രക്കാർക്ക് ഉപകാരമോ? ജനങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാം. തിരുവനന്തപുരത്ത് നിന്നും അമൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള സമയലാഭം ലഭിക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് അനുവദിച്ചത്. എന്നാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന് യാത്രക്കാരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഉപകാരപ്പെടുകയില്ല എന്നുള്ളത് ഓടിത്തുടങ്ങിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ നിലവിൽ ഇവർ വെച്ചിട്ടുള്ള റേറ്റ് പ്രകാരം അത് നമുക്ക് സാധാരണക്കാരനൊരു താങ്ങാനാവുന്നതാണോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓടിയെത്തുന്ന സമയത്തിലും നമുക്ക് ഈ രാജധാനിക്കോ ജനശതാബ്ദിക്കോ പകരമായിട്ട് ഇത് വരുമോ എന്നുള്ളതും ഓടി തുടങ്ങിയ ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ. വന്ദേ ഭാരത് എക്സ്പ്രസ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം അത് ഘട്ടം ഘട്ടമായി അതിൻ്റെ വേഗത കൂടുന്നതോടുകൂടി ഏറ്റവും കൂടിയ വേഗതയുള്ള ഒരു ട്രെയിനായിട്ടാണ് അത് മാറ്റാൻ പോകുന്നത്. ആ വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള വികസനം അത് കേരള റെയിൽവേക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അത് റേറ്റ് ജനങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകും. കാര്യം സമയം ആണ് വില മനുഷ്യന്. അത് ആ റേറ്റ് അത്തരത്തിലുള്ള ട്രെയിൻ ഓടിക്കുമ്പോൾ സ്വാഭാവികമായി നിശ്ചയിക്കാവുന്ന റേറ്റാണ്. അതിൽ കൂടുകയോ കുറയുകയോ ചെയ്യണമെങ്കിൽ പിന്നെ അതിനകത്തുള്ള ചർച്ചകൾ ആവശ്യമാണ്. ഇത് ശരിക്കും ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് തന്നെ. കാരണം ഇതിന് പാരലായിട്ട് മറ്റൊരു ട്രെയിൻ കേരള ഗവൺമെൻറ് വയ്ക്കാൻ പോകുന്നു. അതിൻ്റെ പേര് സിൽവർ ലൈൻ. അത് ഇനി ലാൻഡ് എടുത്ത് കൺസ്ട്രക്ഷൻ നടത്തി ട്രെയിൻ വരുമ്പോൾ വർഷം പിടിക്കും. ആ സമയത്ത് ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ട്രെയിൻ ഉണ്ടാവും, ഇതിനേക്കാളും ഫാസ്റ്റ് ഉണ്ടാവും. ട്രാക്കും ബലപ്പെടുത്തും. അതുകൊണ്ട് ഇതെന്തായാലും ജനങ്ങൾക്ക്, കേരളത്തിലുള്ള ജനങ്ങൾക്ക് വളരെ നല്ലത്. ടിക്കറ്റ് തുക കൂടുതലാണ്. അത് കാരണത്താൽ ആൾ കുറയാനും സാധ്യതയുണ്ട്. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് കോഴിക്കോട്ട് പോകാനോ തൃശ്ശൂർ പോകാനോ ഒക്കെ ഇതിലോട്ട് പെട്ടെന്ന് കയറിയില്ല. പിന്നെ അത്യാവശ്യമാണ് പോയാൽ പറ്റുമെന്ന് പറഞ്ഞാൽ കയറും. ചാർജ് കൂടുതൽ, അതൊരു ഇത് തന്നെ. നല്ല ബെസ്റ്റ് ട്രെയിനായിരിക്കും. നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഇഷ്ടംപോലെ ആൾക്കാർ അതിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്, ഞാനടക്കം. ബെസ്റ്റ് ട്രെയിൻ. റേറ്റൊന്നും നമ്മുടെ ആൾക്കാർക്കൊരു പ്രശ്നമല്ലല്ലോ. നല്ല സൗകര്യം വേണം. ഇല്ലെങ്കിൽ ആൾക്കാർ നടന്നു പോവില്ലേ? നല്ല ഫെസിലിറ്റീന് നല്ല കാശ് കൊടുക്കണം. ധാരാളം ആൾക്കാരുണ്ടാവും. ഫുള്ളായിരിക്കും എപ്പോഴും. സമയത്തിന് ലാഭം ആവശ്യമുള്ളവർ മാത്രമല്ലേ അതിൽ കയറുള്ളൂ. ലാവിഷായിട്ട് പോകേണ്ട ആൾക്കാർ പോവില്ലല്ലോ. കാഴ്ച കണ്ട ആൾക്കാർ കുറച്ച് പേരുണ്ടാവും. പക്ഷേ സമയം ഞാനൊക്കെ ആണെങ്കിൽ പ്രിഫർ ചെയ്യും നേരത്തെ എത്തുക എന്നുള്ളത്. എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തിന് എത്തുക, അല്ലെങ്കിൽ എറണാകുളത്ത് എത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഞാനതിന് പൈസയല്ല നോക്കുന്നു, സമയം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റൊക്കെ പണ്ടേ നിർത്തിപ്പോണ്ടല്ലേ. വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് നിരക്ക് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? എത്രമാത്രം സമയലാഭം യാത്രക്കാർക്ക് ലഭിക്കും എന്നിങ്ങനെയുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വന്ദേ ഭാരതിൻ്റെ സർവീസിനു ശേഷം ഈ അവ്യക്തതകൾ നീങ്ങിത്തുടങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത്. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം അമൽനാഥ്, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.